2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP CPM അന്തർധാര ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പല മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് CPM ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ. അപ്പോൾ ഈ PM ശ്രീ അതിനുശേഷം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട പല നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും അവസാനം PM ശ്രീയിൽ ഒപ്പുവെച്ചപ്പോൾ വീണ്ടും പ്രതിപക്ഷം ആവർത്തിക്കുന്നു, CPM BJP അന്തർധാരയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടന്നിരിക്കുന്നത്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഭരണം നിലനിർത്തുക എന്നത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി കേരളത്തിലേക്ക് ഒരു എൻട്രി ഉണ്ടാകുക, അതായത് മുമ്പ് ബംഗാളിലും ത്രിപുരയിലും എല്ലാം ചെയ്തതുപോലെ CPMവുമായി നേർക്കുനേർ പോരാടാനുള്ള അവസരമാണ് കോൺഗ്രസ് പരാജയപ്പെട്ടാൽ എന്നുള്ളതാണ് BJPയുടെ ഒരു കാഴ്ചപ്പാട്. ആ ഒരു സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM BJP അന്തർധാര ഉണ്ടായെങ്കിൽ അതിനെ ഏത് രൂപത്തിലായിരിക്കും കോൺഗ്രസ് പ്രതിരോധിക്കുക? കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അത് തുറന്നു കാണിക്കാനായിട്ട് കോൺഗ്രസിനും UDFനും സാധിച്ചു. ഒരുമിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങൾ, ഒറ്റക്കെട്ടാണ് CPMഉം BJPയും എന്നുള്ളത് ഈ PM ശ്രീ പദ്ധതി വഴി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ 2026 കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ എന്താണ് സംഭവിച്ചത്? സുരേഷ് ഗോപി ജയിച്ചത് കൃത്യമായിട്ട് CPM അജണ്ടയുടെ ഒരു ഭാഗമായിട്ട് അദ്ദേഹത്തിന് അവിടെ എൻട്രി ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ആ പൂരം തന്നെ കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് അവിടെ എൻട്രി ഉണ്ടാക്കി കൊടുത്തത് ആരാ? ഇവിടുത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. അപ്പൊ അദ്ദേഹത്തെ ജയിപ്പിച്ചതും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പണിയെടുത്തത് പിണറായി ഗവൺമെന്റാണ്. അപ്പൊ അത് ഈ നിയമസഭയിലും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അത്തരത്തില് കുറച്ച് മണ്ഡലങ്ങളിൽ അവരൊരു ധാരണയായിട്ടുണ്ട്. CPMഉം BJPയും തമ്മിലൊരു ധാരണ പല മണ്ഡലങ്ങളിലും ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അവരെ രണ്ടുപേരെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക, ഏതു വിധേനയും ഭരണത്തിലെത്തുക. ഇപ്പൊ CPMന് ഇപ്പോൾ ഒരു തവണ കൂടി ഭരണത്തിലെത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് BJP ഏറ്റെടുത്തിട്ടുള്ളത്. BJP ഇപ്പൊ തൽക്കാലം ഒന്ന് സഹായിച്ച് പിന്നീട് BJPക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ UDFനെ സംബന്ധിച്ച് എന്നും ഒരു മതനിരപേക്ഷ നിലപാടുമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസും UDFും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും പലതരത്തിലുള്ള വർഗീയ ഒരു ശ്രമങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ ഇതുപോലെ BJPയും CPM ഒക്കെ ബോധപൂർവ്വം ആളുകൾ ഒരു ഭിന്നത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ അത് UDF കൃത്യമായിട്ട് ഒരു നിലപാട്, ആ ജനാധിപത്യ മതേതരത്വ നിലപാടുമായിട്ടാണ് കോൺഗ്രസ് എന്നും നിലനിൽക്കുക. ഈ കേരളത്തിലെ ജനങ്ങളെ അത് പറഞ്ഞു മനസ്സിലാക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തൃശ്ശൂർ ഒരു തോൽവി സംഭവിച്ചെങ്കിൽ പോലും ബാക്കി 19 സീറ്റുകളും UDFനെയാണ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചത്. അത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി UDF വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ കേരളത്തിൽ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടുകൂട്ടിയ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷമടക്കം ഏറ്റവും അവസാനം ഈ കേരളത്തിന്റെ നവോത്ഥാന സംരക്ഷണ സമിതിയിലെ ഒരു ഭാരവാഹിയായ വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം നിരന്തരമായി ന്യൂനപക്ഷ സമുദായത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന നമ്മൾ കാണുകയാണ്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ നിരവധി തവണ വെള്ളാപ്പള്ളി നടേശനെതിരെ പരസ്യമായി പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരെ വെള്ളാപ്പള്ളി ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടു. ഈ വെള്ളാപ്പള്ളി ഇത്തരത്തിൽ നിരന്തരമായി ഒരു സമുദായത്തെ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കുന്നു. മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിമർശനമല്ല, അവരെ പേരെടുത്തു പറഞ്ഞ് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ എന്നിട്ട് പോലും വെള്ളാപ്പള്ളിക്കെതിരെ ഒരു കേസെടുക്കാൻ തയ്യാറാകാത്ത സർക്കാർ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്ന വാഹനത്തിൽ വെള്ളാപ്പള്ളിയെ തൊട്ടടുത്ത സീറ്റിൽ ഇരുത്തി യാത്ര ചെയ്യുന്ന പിണറായി വിജയൻ നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനാണോ CPMഉം BJPയും തമ്മിലുള്ള ഇടനിലക്കാരുടെ ഒരു പാലമായി പ്രവർത്തിക്കുന്നത് വെള്ളാപ്പള്ളിയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംശയിക്കുന്നുണ്ടോ? അതിപ്പോ അദ്ദേഹത്തിന്റെ മകൻ ഏത് സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത്? അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും NDAയുടെ ഭാഗമായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി അദ്ദേഹം കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം ഇപ്പൊ ഈ അടുത്തുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം CPMനൊപ്പമാണ്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. BJP CPM നടത്തുന്ന ഒരു ഡീലിന്റെ ഭാഗമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനൊരിക്കലും നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ ഇപ്പൊ ഒരു വലിയൊരു വിവാദം ഉണ്ടായി. ഇപ്പൊ നമ്മളെ അയ്യപ്പനെ പോലും സ്വർണം പോലും എടുക്കുന്ന ഒരു തരത്തിലേക്ക് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറി. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാട് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനു മുമ്പ് അവർ നടത്തിയ സംഗമത്തിലൊക്കെ പങ്കെടുത്ത ആളുകളാണ്. ആ സംഗമത്തിൽ ഇവരെല്ലാവരും വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ സുകുമാരൻ നായർ ഉൾപ്പെടെ എല്ലാ മത നേതാക്കന്മാരും ആ യോഗത്തിലൊക്കെ പങ്കെടുത്തു. അതിനുശേഷമാണ് ഇന്ന് വലിയ കേരളത്തിൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം, അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം പോലും കട്ടെടുക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ അധികാരികൾ മാറി എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വരുന്നത്. ആ സമയത്ത് ഇപ്പോൾ ഇവരുടെ നിലപാട് എന്താണ് എന്നുകൂടി അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ തിരുത്തൽ ശക്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്ന കാര്യമാണ്. അതായത് പലപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പ് നടക്കുന്നത് ചരൽക്കുന്നിലായിരുന്നു. ആ ചരൽക്കുന്ന് ക്യാമ്പിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രമേയം കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളിൽ, അന്ന് ദൃശ്യമാധ്യമങ്ങളില്ലാത്ത കാലത്ത്, 1-ാം പേജിൽ വാർത്തയായി വരാറുണ്ടായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് യൂത്ത് കോൺഗ്രസിന് ചില അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യമുണ്ട്. അതിൽ നിന്നെല്ലാം മുക്തരായി, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് കേരളത്തിൽ ഉള്ളതെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ സമീപകാലത്തില്ലാത്ത വലിയൊരു പ്രതിസന്ധിയിലൂടെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യം പലപ്പോഴും ഇതിനു മുമ്പ് പ്രവർത്തിച്ച നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ട് ഇരിക്കുന്ന ആളുകൾക്കൊന്നും ഈ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടു വന്നിട്ടില്ല. കാരണം കേന്ദ്രത്തിൽ 10-11 വർഷമായിട്ട് നമ്മൾ പ്രതിപക്ഷത്ത്, കേരളത്തിൽ 10 വർഷമായിട്ട് പ്രതിപക്ഷത്ത്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ഭാരവാഹിയുടെയോ അല്ലെങ്കിൽ ഒരു ജില്ലാ ഭാരവാഹിയുടെ, ഒരു മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 10ഉം 50ഉം കേസുകളിൽ പ്രതികളാണ്. ഇവരൊക്കെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ്, ഈ സർക്കാരിനെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കേസുകളാണ് ഇവരുടെ എല്ലാവരുടെയും പേരിൽ, ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ 10ഉം 50ഉം കേസുകളുണ്ട്. അപ്പൊ ഒരു സമര സംഘടനയുടെ ശക്തമായിട്ട് തന്നെ കേരളത്തിലുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടൈമില് ഭരണം കിട്ടാത്തതിന്റെ സാഹചര്യമൊക്കെ നമുക്കറിയാം. അന്നത്തെ കോവിഡിന്റെ കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ച് പിണറായി വിജയൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമരങ്ങളൊന്നും അത് വേണ്ടത്ര രീതിയിലേക്ക് വന്നില്ല. അതിന്റെ ഒരു പോരായ്മ അത് UDFന്റെ ആയാലും ആ ഒരു കാലഘട്ടത്തിന്റെ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. പക്ഷെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായി. ഇന്നിപ്പോ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായി ഇന്നും നമ്മളിപ്പോ ഈ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് സഹപ്രവർത്തകർ കോഴിക്കോട് ഉൾപ്പെടെ പല പ്രദേശങ്ങളും, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇപ്പോഴും ജയിലിൽ കഴിയുക. അവരൊക്കെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ കഴിയുന്ന. പഴയ കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇത്രയധികം കേസുകൾ ഉണ്ടായിക്കട്ട ഒരു കാലഘട്ടം. ഇപ്പൊ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഒക്കെ പേരിൽ 100ഉം 150ഉം കേസുകളാണ് നിലവിലുള്ളത്. അപ്പൊ അതുപോലെ എല്ലാ നമ്മുടെ സഹപ്രവർത്തകരുടെ പേരിലും 100-150 കേസുകളുണ്ട്. എല്ലാവരും സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാരിനെതിരെ ഓരോ ദിവസവും, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാവും, ആ വിഷയത്തിനെതിരെയാണ് സമരം നടത്തുന്നത്. ഇന്നിപ്പോ എല്ലാ ദിവസവും സമരം നടത്തേണ്ട ഒരു സാഹചര്യമാണ്. കാരണം എല്ലാ ദിവസവും ഓരോ വിഷയവും, പിണറായി വിജയന്റെ ഗവൺമെന്റ് അഴിമതിയായാലും മറ്റു തരത്തിലായാലും ഓരോ വിഷയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിനുശേഷം 4 വലിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കും, കേരളം ഉൾപ്പെടെ. ഒരു ഭാഗത്ത് ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ് CPM എന്ന് പറയുന്നു. അതേസമയം തന്നെ കോൺഗ്രസിനെതിരെ കേരളത്തിൽ ഇവർ അക്രമം അഴിച്ചുവിടുന്നു. തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനെത്തുന്നു. പക്ഷേ ആ കോൺഗ്രസിനെയാണ് ഒരുപക്ഷെ കേരളത്തിൽ BJPയേക്കാൾ കടന്നാക്രമിക്കുന്നത് CPM ആണ്. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിനെ തകർത്തിട്ട് BJPക്ക് ഒരു എൻട്രി ഉണ്ടായി കൊടുത്താലും കുഴപ്പമില്ല, കോൺഗ്രസിനെ തകർക്കണമെന്ന് CPM ലക്ഷ്യം വെക്കുന്നത്? അത് കേരളത്തിന്റെ മഹത്തായ ജനാധിപത്യത്തെയും അല്ലെങ്കിൽ മതേതരത്തെയും തകർക്കാനുള്ള CPMന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ ഇവിടുത്തെ CPMനെ പൂർണ്ണമായിട്ട് അതിനകത്ത് അടച്ചാക്ഷേപിക്കുന്നില്ല. CPMന്റെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ അവരൊക്കെ പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടിരിക്കുന്ന ആളുകളാണ്, പഴയ അവരുടെ സെക്രട്ടറിമാർ ഉൾപ്പെടെയാണെങ്കിൽ. പക്ഷെ അതിനകത്ത് പിണറായി വിജയനെ പോലെയുള്ള ആളുകളാണ് അതിന്റെ യഥാർത്ഥ പ്രശ്നം. കാരണം കോൺഗ്രസ് ഒരു വികാരം, കോൺഗ്രസിനെതിരായിട്ടുള്ള വികാരം ഏറ്റവും കൂടുതലുള്ളത് പിണറായി വിജയനെ പോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് എപ്പോഴും കോൺഗ്രസിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു BJP അനുകൂല നിലപാട്, പതുക്കെ CPM ഇല്ലാതായാലും കോൺഗ്രസ് നശിച്ചു പോകട്ടെ എന്ന തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് പിണറായി വിജയന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ. അവരാണ് ഇത്തരത്തിൽ BJPക്കുള്ള സഹായവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ്. പൂർണ്ണമായിട്ടും എല്ലാ CPMന്റെ ആ പഴയ കാലത്ത് CPMന്റെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊന്നും അങ്ങനെ BJP അനുഭാവം പൂർണ്ണമായിട്ടും ഉള്ള ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ അത് പൂർണ്ണമായിട്ടും BJPക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, അവരൊരു B ടീമായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അവർ തന്നെയാണ് കേന്ദ്രത്തിൽ BJPക്ക് വേണ്ടിയുള്ള നിലപാടുകൾ പലപ്പോഴും പാർട്ടി ഘടകങ്ങളിലൊക്കെ ശക്തമായിട്ട് സംസാരിക്കുന്നത്. കോൺഗ്രസിനെതിരെ സംസാരിക്കുന്ന ആളുകൾ പിണറായി വിജയനെ പോലെയുള്ള ആളുകളാണ്.